ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വിധി എഴുതാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് 2,71,00,000-ലേറെ വോട്ടർമാർ. ഭരണ തുടർച്ചയ്ക്കായി LDFും അധികാരം തിരിച്ചുപിടിക്കാൻ UDFും വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ട് NDAയും കളത്തിൽ. ചേലക്കര നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ തിരുവല്ലോമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൂത്ത് നമ്പർ 142-ലും, LDF സ്ഥാനാർത്ഥി UR പ്രദീപ ദേശമംഗലം കൊണ്ടയൂർ ശ്രീ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് നമ്പർ 33-ലും, UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് കൊണ്ടാഴി പാറമേൽപ്പടി സരസ്വതി വിലാസം സ്കൂളിൽ 128-ാം നമ്പർ ബൂത്തിലും, SDPI സ്ഥാനാർത്ഥി വിനോദ് കുമാർ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 29-ാം നമ്പർ ബൂത്തിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. K. രാധാകൃഷ്ണൻ MP വോട്ട് രേഖപ്പെടുത്തി. തോന്നൂർക്കര AUP സ്കൂളിൽ ബൂത്ത് നമ്പർ 93-ലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. LDFന് തുടർ ഭരണം ഉറപ്പെന്നും ചേലക്കര നിയോജക മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ UR പ്രദീപ് വിജയിക്കുമെന്നും അദ്ദേഹം. ചേലക്കരയിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി. SMT സ്കൂളിലെ 98ഉം 99ഉം ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകളാണ് തകരാറിലായത്. 98-ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥരെത്തി തകരാർ പരിഹരിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു. 99-ാം നമ്പർ ബൂത്തിലെ യന്ത്രത്തിന് ചെറിയ തകരാറായതിനാൽ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണം പ്രതിഷേധവുമായി BJP രംഗത്ത്. വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ കുമ്പളങ്ങാട് സ്വദേശി സജീവന്റെ പേരിൽ നേരത്തെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെയും BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കവുമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാൻ മൊബൈൽ ഫോൺ ഡെപ്പോസിറ്റ് ബാഗുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വോട്ടർമാർക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം. വോട്ടെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായാണ് കർശന നിയന്ത്രണങ്ങൾ. സിനിമാ സംവിധായകൻ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തി. മായന്നൂർ VLP സ്കൂളിലെ 121-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ലാൽ ജോസ് വോട്ടെടുപ്പ് കേന്ദ്രത്തിലെത്തിയത്. ഷൊർണൂരിൽ കള്ളവോട്ടെന്ന് ആരോപണം. പരുത്തിപ്ര BMS LP സ്കൂളിലെ 169-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ B. നിഖിലിന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയെന്ന പരാതി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് നിഖിലിന്റെ പിതാവ്. കല്യാണപ്പന്തലിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ മണവാട്ടി ശ്രദ്ധേയയായി. പഴയന്നൂർ സ്വദേശിനി അൻസിലയാണ് വോട്ട് ചെയ്യാനെത്തിയത്. കല്ലേപ്പാടം ALP സ്കൂളിലെത്തിയാണ് അൻസില വോട്ട് ചെയ്തത്. മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്ത പോലീസ്. റിപ്പോർട്ടർ TVയിലെ തൃശൂർ ജില്ലാ റിപ്പോർട്ടറായ ജെയ്സൺ ചാമവളപ്പിലിനെതിരെയാണ് കേസ്. ഗുരുവായൂർ മണ്ഡലം ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137-ാം നമ്പർ ബൂത്തിലെ ജനലിൽ പതിപ്പിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചതിനാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംവിധായകൻ കമൽ. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിനു സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.